നമസ്കാരം, എഫ് എക്സ്ട്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഈ ചാനലിൽ പുതിയതായിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ചാനലിൽ ഇനിയും കണ്ടൻറ്റ്സ് വരുന്നതാണ്. അപ്പം കുറച്ച് എക്സ്ട്രാ മാക്സിമം മാച്ചുകൾ, എസ്പെഷ്യലി സിരിയ ബുണ്ടസ് ലീഗ മാച്ചുകളുടെ റിവ്യൂസ് കൂടുതൽ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഡീറ്റെയിൽഡ് ആയിട്ടല്ല, ബട്ട് എന്ത് നടന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. സോ കൂടാതെ മറ്റ് മാച്ചുകളുടെ അനാലിസിസുകളും മേ ബി പ്രിവ്യൂസും ഒക്കെ ഇതിൽ വരുമായിരിക്കും. സോ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. സോ അവിടെ നമ്മൾ നേരെ വീഡിയോയിലോട്ട് കിടക്കാനായിട്ടാണെങ്കിൽ FC കോമോ ആറാടുകയാണ്. ഇന്നലെ യുവൻഡസിനെ അഗേൻസ്റ്റ് 1951 ശേഷമാണ് അവർ ടൂറിന് ചെന്ന് ജയിക്കുന്നത്. യുവേനെ 2-0 തോൽപ്പിക്കുന്ന ഒരു സിനാരിയോ കണ്ടു. ആൻഡ് ദ ഡിസേർവ് ടു വിൻ ദിസ് മാച്ച്. ചുമ്മാ ലക്കിന് ജയിച്ചു വന്ന അങ്ങനത്തെ പരിപാടി ഇന്നലെ ഡിസേർവ് ടു വിൻ ദിസ് മാച്ച്. ഇന്നലെ അവരടിച്ച 2 ഗോളിലാണെങ്കിലും നമ്മൾ നോക്കുവാണെങ്കിൽ ഓക്കെ, യുവൻഡസ് ഷുഡ് ഹാവ് ഡിഫെൻഡർ ബെറ്റർ, അങ്ങനെ ഇങ്ങനെ എല്ലാം പറയാം. ബട്ട് മാച്ചിൽ ദേ കൺട്രോൾ ദ ഗെയിം. ലാസ്റ്റ് കുറച്ച് മിനിറ്റ്സ് യുവൻഡസ് ഒരു ഈക്വലൈസറിന് വേണ്ടി പുഷ് ചെയ്തപ്പം ഹാഫ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തെന്ന് ഒഴിച്ച് നിർത്തിയാൽ യുവൻഡസ് വർ റിയലി ബാഡ് ബ്രോ. സ്പലെട്ടി വന്നതിന് ശേഷം യുവൻഡസ് ചെറിയൊരു മൊമെൻറ്റം ഗെയിൻ ചെയ്ത പോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് വീണ്ടും കൊണ്ടുപോയി കളഞ്ഞൊരു ഫീലാണ്. സോ നിങ്ങൾ ഈ യുവൻഡസിൻ്റെ ടീം ഒന്ന് നോക്കുക. ഓക്കെ, ആ ടീമിൽ യു ക്യാൻ സേ ലൊക്കറ്റലി, ഡ്രിഗറിയോ വേണേ പറയാം, ആൻഡ് ഇൽഡിസ്. ഇത് ഒഴിച്ച് നിർത്തിയാൽ എവിടെയാണ് വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ് ബ്രോ? ഇന്റർ മിലാൻ്റെ സ്ക്വാഡും യുവൻഡസിൻ്റെ സ്ക്വാഡും നിങ്ങൾ നോക്കുക. ലാസ്റ്റ് 5 വർഷം യുവൻഡസ് ഈവൻ ദ ഫൈനാൻഷ്യലി കുറേ ഇഷ്യൂസ് ഉണ്ടായിട്ട് കൂടി ഇന്റർ മുടക്കാൻ ഇന്ററിനേക്കാൾ 2 ഇരട്ടി 3 ഇരട്ടിയോളം പൈസ അവർ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ട്. എന്നിട്ടും ഇന്റർ അവരുടെ ഒരു സെക്കൻഡ് ടീം ഇറക്കിയാൽ പോലും ഐ വിൽ സേ യുവൻഡസിനേക്കാളും ബെറ്റർ ടീം ഇന്ററിനുണ്ട് ഇപ്പം. സോ ലാക്ക് ഓഫ് പ്രോപ്പർ പ്ലാനിങ്ങിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് യുവയുടെ ഇപ്പോഴത്തെ സൈഡ്. നിങ്ങൾ നോക്കുവാണെങ്കിൽ ക്ലിയർലി വിസിബിളാണ്. കെല്ലി പോലത്തെ പ്ലേയേഴ്സ്, ഈവൻ ഈ ഒപ്പൻഡ, ജോണാഥൻ ഡേവിഡ്, മെറേട്ടിയൊക്കെ പോലത്തെ പ്ലേയേഴ്സൊക്കെ പ്ലേയിങ് ഫോർ യുവൻഡസ്. ഐ ഡോണ്ട് നോ, ഒപ്പൻഡയ്ക്കൊക്കെ അത്യാവശ്യം നല്ല പ്രൈസ് കൊടുത്ത് ഇവർ എത്തിച്ച ഒരു നെയിമാണ്. സോ ഐ ഡോണ്ട് നോ എങ്ങനെ യുവൻഡസ് ഇപ്പോഴും ഇങ്ങനത്തെ മിസ്റ്റേക്സുകൾ വരുത്തിക്കൊണ്ടിരിക്കുന്നു. യുവൻഡസിൻ്റെ ടോപ്പിലെത്താൻ പ്ലാനില്ല. സ്പലെട്ടി ഓക്കെ, ടാക്ടിക്കലി ലാസ്റ്റ് 2 മാച്ചുകളായിട്ട് യുവൻഡസിന് ഇഷ്യൂസ് അത് ഇതും ഒക്കെ കാണുന്നുണ്ട്. പക്ഷേ ഐ തിങ്ക് യുവൻഡസിന് ക്വാളിറ്റി ഇല്ല ബ്രോ. യുവൻഡസിന് സിരിയ അടിക്കാനായിട്ടോ അല്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗിൽ റണ്ണ് നടത്താനായിട്ടോ ഉള്ളൊരു ക്വാളിറ്റി ആ സ്ക്വാഡിലില്ല. സോ ഒരു മാസീവ് എന്നാ പറയുക അഴിച്ചുപണി ആ ടീമിൽ വേണം. ആ ടീമിൽ വന്നേ പറ്റൂ. സോ എന്താണ് നിങ്ങൾക്ക് ഈ യുവ ടീമിലുള്ള ഒപ്പീനിയൻ എന്ന് പറയാം. അതുപോലെ തന്നെയാണ് കോമോയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ മാൻസെസ് ഫാബ്രിഗാസ് ഇന്നലെ നിക്കോപാസ് ഇല്ലാതാണ് ഇറങ്ങിയത്. നിക്കോപാസ് ഇന്നലെ അവൈലബിൾ അല്ലായിരുന്നു. ബട്ട് പെറോൺ, മാക്സി പെറോൺ മാൻ ഓഫ് ദ മാച്ച് ഉൾപ്പെടെ ഹാഡ് എ ഗ്രേറ്റ് ഗെയിം. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു പെറോണിൻ്റെ. സച്ച് എ വണ്ടർഫുൾ ടാലൻറ്റ്. ആൻഡ് ഓരോ മാച്ച് കഴിയുന്നതോറും ഓക്കെ, പുള്ളിയുടെ ഫിലോസഫി, സിസ്റ്റം അത് ഇതും എല്ലാം നമുക്ക് കാണാമെങ്കിലും ചെറിയ ടാക്ടിക്കൽ ട്വീക്സ് പുള്ളിയുടെ ടീം വരുത്തുന്നുണ്ട്. പല പ്ലേയേഴ്സിനെ യൂസ് ചെയ്യുന്ന രീതിയാണെങ്കിലും ഈവൻ ഒരു പ്ലെയർ അവൈലബിൾ അല്ലെങ്കിൽ അഡാപ്റ്റ് ചെയ്യുന്ന രീതിയാണെങ്കിലും ലുക്സ് ഗ്രേറ്റ്. സോ 100% ഡിസേർവിങ് വിൻ. കോമോ നിങ്ങളിപ്പോൾ നോക്കുവാണെങ്കിൽ 1 പോയിൻറ്റ് ഡിഫറൻസേ ഉള്ളൂ കോമോയും യുവൻഡസും തമ്മിൽ. കോമോ 6th സ്പോട്ടിലുണ്ട്. ഐ ഹോപ്പ് അവർ യൂറോപ്പ ലീഗിൽ നേടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബട്ട് ഒന്ന് ആര് പിടിക്കുകയാണെങ്കിൽ ചാമ്പ്യൻസ് ലീഗിലോട്ട് പുഷ് ചെയ്യാം. നിങ്ങൾ നോക്കുവാണെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് സ്പോട്ടിൽ റോമയാണ് ഇപ്പം കിടക്കുന്നത്. റോമ മേ ബി അടുത്ത 2-3 മാച്ചുകളൊക്കെ പോയിൻറ്റ്സ് ഡ്രോപ്പ് ചെയ്യാണ്. കോമോ റണ്ണിൽ പോവുകയാണെങ്കിൽ റോമയ്ക്ക് മേളിൽ ഫിനിഷ് ചെയ്യാം. സോ ലെറ്റ്സ് സീ എന്താവും എന്നുള്ളൊരു സിനാരി. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നു പറയാം. അതുപോലെ തന്നെയാണ് ഇന്നലെ ഇന്റർ മിലാൻ 2-0 ലെച്ചനെ തോപ്പിച്ചിരുന്നു. മിക്കിറ്റാരിയനും അക്കാഞ്ചിയും 75-80 മിനിറ്റിന് ശേഷമാണ് ഓരോ ഗോളുകൾ സ്കോർ ചെയ്തത്. ഇവഞ്ചുവലി അതിൻ്റെ ഒരു കംഫർട്ടബിൾ 2-0 വിൻ. ഈ ഇന്റർ ഇറക്കിയ ലൈനപ്പ് നിങ്ങൾക്ക് കാണാം. ലൗത്താറോ ഇന്നലെ അവൈലബിൾ അല്ലായിരുന്നു, ബരേല അല്ലായിരുന്നു, ഡംഫേഴ്സ് ഇപ്പോൾ ഇഞ്ചറി കാരണം കുറേ മാച്ചായിട്ട് ഔട്ടാണ്. ഹെൻറിക്ക് നല്ലപോലെ കളിക്കുന്നുണ്ട്. ആ റൈറ്റ് വിങ് ബാക്ക് റോൾ ആൾ അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. ഡിമാർക്കോ വീണ്ടും ഒരു അസിസ്റ്റ്. ആൻഡ് സിലിൻസ്കി മാൻ ആ DMF ഡീപ് പ്ലേയിങ് റോള് നല്ല അടിപൊളിയായിട്ട് പുള്ളി അവിടെ ചീവു യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, വിച്ച് ഈസ് ഗുഡ് ടു സീ. എസ്പസീറ്റോ എനിക്ക് യങ്സ്റ്ററാണ് കേട്ടോ. എസ്പസീറ്റോ എന്ന് പറയുന്ന ഒരു പ്ലെയർ. ഐ തിങ്ക് ഇന്റർ മിക്കവാറും അവനെ ടൈപ്പ് ചെയ്യും. പക്ഷേ എന്തെങ്കിലുമൊക്കെ ഒരു റിലീസ് ക്ലോസോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ഐ തിങ്ക് ഹീസ് ദ ഫ്യൂച്ചർ. ഇറ്റലിയുടെ ഫ്യൂച്ചർ നമ്പർ 9 പുള്ളിയാണ്. ടോപ്പ് ടാലൻ്റ് ആണ്. ഇറ്റലി വിടരുത്. ബിൽഡ് ഓൺ ഹിം. പ്രോപ്പർ നമ്പർ 9 ആണ്. ആൻഡ് ഇതാണ് ഇന്റർ മിലാൻ. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 10 പോയിൻറ്റ് ഗ്യാപ്പുണ്ട് സെക്കൻഡ് കിടക്കുന്ന മിലാൻ്റെ മേൽ. ബട്ട് AC മിലാൻ ഒരു ഗെയിം ഇൻ ഹാൻഡ് ഉണ്ട്. പക്ഷേ ഐ തിങ്ക് ലീഗ് പ്രട്ടി മച്ച് ഇന്ററിൻ്റെ കയ്യിലാണെന്നൊരു ഫീലാണുള്ളത്. അവിടുന്ന് നമ്മൾ നേരെ ബുണ്ടസ് ലീഗയിലോട്ടൊന്ന് വരുവാണെങ്കിൽ ബുണ്ടസ് ലീഗയിൽ ഇന്നലെ ബയൺ മ്യൂണിക്ക് ഫ്രാങ്ക്ഫുർട്ടിന് അഗേൻസ്റ്റ് 3-2 ജയിച്ചത്. ഇത് ശരിക്കും 3-0 72-ാം മിനിറ്റ് ഗെയിം ഡൺ ആറ്റ് അലിയാൻസ് അറീനയിൽ നിന്നും ബയൺ ചോദിച്ച് 3-2 ആക്കിയതാണ്. ലാസ്റ്റ് 2 പോയിൻ്റ് കൊണ്ട് കളയോ എന്നുള്ളൊരു സിനാരി വന്നു. ഈ മാച്ചിൻ്റെ ബയൺ ഇറക്കിയ ലൈനപ്പ് നിങ്ങൾ നോക്കണേ പ്രട്ടി മച്ച് എല്ലാവരും ഫിറ്റായി വന്നത്. സ്ട്രോങ്ങസ്റ്റ് ലൈനപ്പ് നമുക്ക് ആർഗ്യൂ ചെയ്യാം. ഓൺ പേപ്പർ അവരായി മാറിക്കൊണ്ടിരിക്കുകയാണ്.
അതിന് ഇന്നലത്തെ മാച്ചിൽ ആദ്യം പവലോവിച്ചിൻ്റെ ഗോൾ ലീഡ് എടുക്കുന്നത്, പിന്നെ ഹാരി കെയിൻ്റെ 2 ഗോൾ വരുന്നു. ഹാരി കെയിൻ്റെ സെക്കൻഡ് ഗോളൊക്കെ അടിപൊളിയായിരുന്നു. ഹാരി കെയിൻ ഇന്നലെ നല്ലപോലെ തന്നെ കളിച്ചു. പക്ഷേ ഹാരി കെയിൻ കൺസീഡ് ചെയ്യുന്നൊരു പെനൽറ്റിയിലൂടെയാണ് അവർ ഈ 3-1 ആക്കുന്നത്. പിന്നീട് അവരടിച്ച രണ്ടാമത്തെ ഗോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ കിമ്മിച്ച് ഒന്ന് സ്ലിപ്പ് ചെയ്യുവാണ്, തിരിയുന്നു. അനാവശ്യമായിട്ട് ഡേഞ്ചർ സോണിലോട്ട് കിമ്മിഞ്ചയിലോട്ട് അവിടെ ബോൾ ഇട്ട് കൊടുക്കുകയാണ്. ആ ഒരു ആംഗിളിൽ നിന്ന് എന്തിനെന്ന് ചോദിക്കേണ്ടി വരും. അവിടെ അവർ വന്ന് പ്രസ് ചെയ്യുന്നു, ബോൾ ലൂസ് ചെയ്യുന്നു, കിമ്മിഞ്ചയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഒരു പൂർ പാസ്സായിരുന്നു. 3-2 ആക്കുന്ന ഒരു സിനാരിയോ ഉണ്ട്. പക്ഷേ ഈ മാച്ചിൻ്റെ സ്റ്റാറ്റ്സ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാൻ XG ഓൾമോസ്റ്റ് സിമിലർ ആണ്. സോ ബയൻ്റെ ഒരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയത്, അതായത് ബയൺ എല്ലാവരും അഗ്രസീവ്ലി പ്രസ് ചെയ്യും, ആരും ലേസി അല്ല, അവർ നമ്പേഴ്സ് കമ്മിറ്റ് ചെയ്യുന്ന തന്നെ അറ്റാക്ക് ചെയ്യും. പക്ഷേ ഫൈനൽ ഫേസിലോട്ട് ബയൻ്റെ ഡിഫൻസീവ് തേർഡിലോട്ട് എത്തുമ്പോഴേക്കും പ്ലേയേഴ്സ് ഭയങ്കരമായിട്ട് എന്നാ പറയുക, റഷ് ചെയ്യുന്നുണ്ട്. അവർ കംഫർട്ടബിൾ അല്ല. ഉപ്പമക്കാനോ കിമ്മിഞ്ചി ആണെങ്കിലും ഡേവിസ് ആണെങ്കിലും. പക്ഷേ എന്നാലും ഡിഫൻസീവ്ലി ഫൈനൽ തേർഡിലോട്ട് എത്തുമ്പോഴേക്കും അവർ കുറച്ച് ഷെയ്ക്ക് ആവുന്ന പോലത്തെ ഒരു ഫീല്. മേ ബി ബയൻ്റെ ഒരു ഇഷ്യൂ അതാണ്. ബയൺ റീസെൻറ്റ് മാച്ചുകൾ അവർ ക്ലിനിക്കലല്ല. ബയൻ്റെ നിങ്ങൾ ഗോൾ അവരെല്ലാ മാച്ചും അടിച്ചു കൂട്ടുന്നുണ്ടെങ്കിൽ അവർ ക്ലിനിക്കലല്ല, ധാരാളം ചാൻസുകൾ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ ഡിഫൻസീവ്ലി ഫൈനൽ തേർഡിലോട്ട് എത്തുമ്പോൾ സീസൺ സ്റ്റാർട്ടിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. ബട്ട് അവരുടെ ഡിഫൻസീവ് തേർഡിലോട്ട് എത്തുമ്പോഴേക്കും ബോക്സിലോട്ട് ഒപ്പോണൻറ്റ് കിടക്കുമ്പോഴേക്കും പ്ലേയേഴ്സ് മിസ്റ്റേക്സ് വരുന്നതാണ്. സോ അവിടെയാണ് ലീഗ് പ്രട്ടി മച്ച് 8 പോയിൻറ്റ് ഗ്യാപ്പായി. കാരണം ഇന്നലെ ബൊറൂസിയ ഡോർട്ട്മുണ്ട് 2-2 സമനിലയിൽ പിരിഞ്ഞു ലൈപ്സിഗുമായിട്ട്. ഫാബിയോ സിൽവ ശരിക്കും പോയിട്ട് രക്ഷിക്കുമായിരുന്നു. 90+5 മിനിറ്റിൽ ഈക്വലൈസർ സ്കോർ ചെയ്തു. നെക്സ്റ്റ് വീക്ക് ഡെർ ക്ലാസിക്കറാണ്. ഈവൻ ഇഫ് തോറ്റാലും ബയൺ ക്ലിയർ ഫേവറേറ്റ്സ് ആണ്. 8 പോയിൻറ്റ് ലീഡുണ്ട്. പക്ഷേ തോറ്റാൽ 5 പോയിൻ്റ് ആവും. പക്ഷേ എന്നാലും ചാമ്പ്യൻസ് ലീഗ് സീരിയസ്ലി ബയൺ നോക്കുന്നൊരു കോമ്പറ്റീഷനാണ്. ബട്ട് ചാമ്പ്യൻസ് ലീഗിൽ ബയൺ അടിക്കണം, അഥവാ ഫൈനൽസിലോട്ടും സെമിയിലോട്ടും ഒക്കെ എത്തണമെന്നാണെങ്കിൽ ഡിഫൻസീവിലുള്ള ഈ വൾണറബിലിറ്റി കവറപ്പ് ചെയ്തേ പറ്റൂ. കാരണം നല്ല സൈഡുകൾക്ക് അഗേൻസ്റ്റ് ബയൺ പണി പാളും. സോ ലെറ്റ്സ് സീ കാര്യങ്ങൾ എങ്ങനെ പോകുന്നത്. അതുപോലെ തന്നെയാണ് ഇന്നലെ അത്ലറ്റിക്കോ മാഡ്രിഡ് എസ്പാനിയോളിനെ 4-2 തോൽപ്പിക്കുന്ന ഒരു സിനാരിയോ കണ്ടു. ഈ മാച്ചിന് മുമ്പ് സൊർലോത്തിനെ കുറിച്ച് അഥവാ ഈ മാച്ചിന് ശേഷം നമ്മുടെ സിമിയോണി എന്ന് പറയുന്നത്, സൊർലോത്തിനോട് ഞാൻ ക്ലബ് റൂം മാച്ചിൽ 20 മിനിറ്റിൽ 5ഓളം ചാൻസ് നിനക്ക് കിട്ടി, അത് ക്യാപിറ്റലൈസ് ചെയ്തില്ല എന്ന് പറഞ്ഞു. ഈ മാച്ചിൽ ആൾ 2 ഗോൾ സ്കോർ ചെയ്യുന്നൊരു സിനാരിയോ. സോ സിമിയോണിയുടെ ആ ടോക്ക് വർക്ക് ചെയ്തതെന്ന് ചോദിച്ചാൽ 2 ഗോൾ സൊർലോത്ത് സ്കോർ ചെയ്തു. പക്ഷേ ഈ മാച്ചിൻ്റെ ഈവൻ ഒരു ഹൈലൈറ്റ്സ് നിങ്ങൾ കാണുവാണെങ്കിൽ മനസ്സിലാവും സൊർലോത്ത് ഷുഡ് ഹാവ് സ്കോർഡ് മോർ, ചാൻസുകൾ കൂടുതലുണ്ടായിരുന്നു. ഈ ഒരു മത്സരത്തിൽ ഇപ്പം സിമിയോണി എന്തെങ്കിലും കുക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ ഈ മാച്ചിൽ സിമിയോണി ഇറക്കിയ ലൈനപ്പ് വെക്കുക. ലീഗ് പ്രട്ടി മാച്ച് അവർക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. പക്ഷേ നമ്മൾ പറഞ്ഞ ചാമ്പ്യൻസ് ലീഗിലും കോപ്പ ഡെൽ റേയിലും മാത്രം ഫോക്കസ് ചെയ്യാം, ലീഗ് നമുക്ക് വിടാം. ആ ഒരു മെൻറ്റാലിറ്റിയിലോട്ട് ടീം പോയാൽ അത് ചാമ്പ്യൻസ് ലീഗിലും കോപ്പ ഡെൽ റേയിലും അഫക്റ്റ് ചെയ്യും. കാരണം ലീഗിലും ആ ഒരു മെൻ്റലി ഫോക്കസ്ഡായി തന്നെ നിൽക്കേണ്ട ആവശ്യമുണ്ട്. ഇന്നലത്തെ മാച്ചിൽ അത്ലറ്റിക്കോ കുറച്ച് ചേഞ്ചുകൾ വന്നു. കാർഡോസോയും ബൈനെ മിഡ്ഫീൽഡിലോട്ട് വന്നു. അലക്സ് ബൈനെയൊക്കെ ഇന്നലെ നല്ല അടിപൊളി കളിയായിരുന്നു. സിമിയോണിയും ലുക്മാൻ വീണ്ടും ഗോൾ സ്കോർ ചെയ്യുന്ന ഒരു സിനാരിയാണ്. ലുക്മാൻ വന്നതിന് ശേഷം ഇൻസ്റ്റൻറ്റ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ അവരുടെ സെൻറ്റർ ബാക്ക് അലക്സ് ബൈനയുടെ കിടിലൻ പെർഫോമൻസ്. ഇനിയിപ്പം ലോറൻഡേനെ ഇനി റൈറ്റ് ബാക്കിലോട്ട് തന്നെ, പുള്ളിയുടെ മെയിൻ ടീം ചാമ്പ്യൻസ് ലീഗിലോട്ടൊക്കെ വരുമ്പോൾ റൈറ്റ് ബാക്കിലോട്ട് തന്നെ ഇട്ടിട്ട് അലക്സ് ബൈനെ കൊക്കയോടൊപ്പം സ്റ്റാർട്ട് ചെയ്യുമെന്ന് ക്ലോസ് ഉണ്ട്. കാർഡോസോ ഇന്നലെ നന്നായിട്ട് കളിച്ചു. പക്ഷേ അവർ സെൻറ്റർ ബാക്സ് പ്യൂവിളും ഹാങ്കോയും സൂപ്പർവാണ് ഓൺ ദ ബോൾ. സോ പുള്ളി ഫ്രണ്ട് ഫുട്ട് ഈ ടീമിനെ കളിപ്പിക്കാൻ നോക്കുന്നുണ്ട്. റെസിപ്പി ഓൾമോസ്റ്റ് റെഡിയാണ്, പക്ഷേ എന്തോ കുറവുണ്ടെന്ന് പറയത്തില്ല. അതുപോലെയാണ് അത്ലറ്റിക്കോയുടെ റീസെൻറ്റ് മാച്ചുകൾ ചില പെർഫോമൻസ് കാണുമ്പോൾ തോന്നുന്നത്. സോ ആ റെസിപ്പി പുള്ളിക്കൊന്ന് റൈറ്റായിട്ട് ഫൈൻഡ് ചെയ്യാൻ സാധിക്കുകയാണ്. ലീഗിൽ അത്യാവശ്യം ഈവൻ ഇഫ് അടിച്ചില്ലെങ്കിൽ ഒരു നല്ല റണ്ണ് പോവാണ്, കോപ്പ ഡെൽ റേ നേടുകയാണ്, ചാമ്പ്യൻസ് ലീഗിൽ സെമീസ് ഫൈനൽസിലോട്ടൊക്കെ ടീമിനെ കടത്തുവാണെന്നൊരു സിനാരിയോ വേണം. ഐ തിങ്ക് മേ ബി സിമിയോണിനെ തന്നെ അവർ സ്റ്റിക്ക് ചെയ്യുമായിരിക്കും. പക്ഷേ ആ ഒരു റൺ അവർക്ക് നടത്താൻ പറ്റുമോ, അതിനുള്ള സ്ക്വാഡ് ഉണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്. ആ റൈറ്റ് ഫോർമുല പുള്ളിക്ക് കണ്ടെത്താൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അതാണ് ക്വസ്റ്റ്യൻ. ആ റൈറ്റ് ഫോർമുലയ്ക്ക് അധികമാണോ എന്ന് ചോദിച്ചാൽ പുള്ളി ആ റൈറ്റ് ഫോർമുല കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. അത് സക്സസ്ഫുൾ ആവുമോ നമുക്ക് നോക്കാം. ഗ്ലിംസസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. ലെറ്റ്സ് ഈ ടീമിൽ നല്ല ടീമാണ് അത്യാവശ്യം. ഇന്നലെ ആണെങ്കിലും കാർഡോസോയും അലക്സ് ബൈനെയൊക്കെ അടിപൊളിയായിട്ട് കളിച്ചു. എസ്പാനിയോൾ അഗെയിൻസ്റ്റ് ലാസ്റ്റ് 5 ഫിക്സ്ചേഴ്സിൽ ഒരു ലോസും 4 ഡ്രോയുമാണ്. ലാസ്റ്റ് 5 മാച്ച് ജയിക്കാൻ സാധിച്ചിട്ടില്ല അത്ലറ്റിക്കോ മാഡ്രിഡിന് അഗെയിൻസ്റ്റ് എസ്പാനിയോൾ. 6ാമത്തെ മാച്ചിൽ അത് മാറ്റി ഇന്നലെ 4-2 ജയിച്ചു. പക്ഷേ ഇന്നലെ എസ്പെസിറ്റോ അടിച്ച അവരുടെ 2ാമത്തെ ഗോൾ 4-2 ആക്കിയ ഗോളിലൊക്കെ മേ ബി ഒബ്ലാക്ക് ഷുഡ് ഹാവ് ഡൺ ബെറ്റർ. ഒബ്ലാക്ക് ഫോം ഔട്ട് ആയാൽ പണി പാളും. സോ ലെറ്റ്സ് സീ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു. അതുപോലെ തന്നെയാണ് PSG ഇന്നലെ മെറ്റ്സാന്ന് തോന്നുന്നു, അവർക്ക് അഗെയിൻസ്റ്റ് 3-0 ജയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ലെൻസ് 3-2 തോറ്റു. അൻസു ഫാട്ടിയുടെ ബെഞ്ചിൽ നിന്നൊക്കെ ഇറങ്ങി മൊണോക്കോയ്ക്ക് വേണ്ടി അൻസു ഫാട്ടി വിന്നർ അടിച്ച് ഹോമിൽ ലെൻസ് തോറ്റു. അതോടുകൂടി PSG ഇപ്പോൾ 2 പോയിൻറ്റ് ലീഡായി. നേരത്തെ ലെൻസ് ആയിരുന്നു ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പം PSGക്ക് ലീഡായി. ലയോൺ ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു ഫോമിലാണ്. ബട്ട് ലയോൺ ജയിക്കുവാണെങ്കിൽ 6 പോയിൻറ്റ്സ് ഗ്യാപ്പ് ആവും PSG മേൽ. പക്ഷേ ഐ തിങ്ക് ആസ് ഓഫ് നൗ PSG ഇനി ഒരു വിന്നിങ് റണ്ണിൽ പോയി മേ ബി ഒരു ക്ലിയർ ഫേവറേറ്റ്സ് ആവുമെന്നുള്ളൊരു സിനാരിയാണ് ഞാനിപ്പം കാണുന്നത്. ലീഗ് കൊണ്ടുപോകുന്നുള്ളൊരു സിനാരിയോ ആണുള്ളത്. ലെറ്റ്സ് സീ ലെൻസിനൊരു ഫൈറ്റ് കൊടുക്കാൻ സാധിക്കുമോ, ലയോൺ എൻ്റർ ആവുമോ എന്നൊക്കെയുള്ളൊരു ക്വസ്റ്റ്യൻസ് ഉണ്ട്.
സോ ഇതൊക്കെയാണ് ഇന്നലെ നടന്ന ഓവറോൾ മാച്ചിൻ്റെ ഒരു വൈൻഡപ്പ് ചെയ്ത് പറഞ്ഞതാണ്. സോ ഇങ്ങനത്തെ കൂടുതൽ വീഡിയോസ് ഈ ചാനലിൽ വരുന്നതാണ്. പ്രിവ്യൂ വീഡിയോസ് മേ ബി ഈ ചാനലിൽ വരാനായിട്ട് ശ്രമിക്കുന്നതാണ്. അല്ലെങ്കിൽ ന്യൂസൊക്കെ ഉണ്ടെങ്കിലും മെയിൻ ചാനലിൽ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് വരുന്ന ഒരു സിനാരിയോ കാണുമായിരിക്കും. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.